ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുകയാണ്. നാളെ തന്നെ PMLA കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നു ED. വലിയ സുരക്ഷാ സന്നാഹങ്ങൾ നമ്മൾ കാണുന്നു. അതിനകം പ്രതികരണങ്ങളും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഇവിടെ ഇപ്പോൾ 9 സമൺസ് കൊടുത്തതാണ്. ഇന്നത്തെ ഈ അറസ്റ്റ് എന്ന് പറയുന്നത് കൃത്യമായി ചില വിവരങ്ങൾ മറച്ചുവെക്കാൻ, പ്രത്യേകിച്ചും ഇലക്ട്രൽ ബോണ്ടിലെ വിവരങ്ങൾ അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് ഈ അറസ്റ്റ് വരുന്നത്. അപ്പോൾ വാർത്താ പ്രാധാന്യം കെജ്രിവാളിന്റെ അറസ്റ്റ് എന്ന ഒന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യിക്കുകയാണോ ഇതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്? ഞാൻ അത്തരമൊരു ലക്ഷ്യം അല്ലെങ്കിൽ അത്തരമൊരു ദുരുദ്ദേശം നിരാകരിക്കാൻ കഴിയില്ല. കാരണം ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ആത്മവിശ്വാസമില്ല എന്നതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് സമീപകാലത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം. നേരത്തെ ശ്രീ നികേഷ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പ്രതിപക്ഷ പ്രസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുക, ഏതാണ്ട് 19 കോടിയോളം രൂപ കോൺഫിസ്കേറ്റ് ചെയ്തെടുക്കുക, ഇതൊന്നും ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും കേട്ടുകേൾവി പോലുമില്ലാത്ത അനുഭവമാണ്. തെരഞ്ഞെടുപ്പിന്റെ ഉദ്ധരാർത്ഥത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് പ്രതിപക്ഷ പാർട്ടികളെയും പാർട്ടി നേതാക്കളെയും ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് തികച്ചും പ്രാകൃതമായ ഫാസിസ്റ്റ് നടപടി എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ. ശ്രീ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടും അത് തന്നെയാണ്. ഇത്രയും കാലമുണ്ടായി. മനീഷ് സിസോദിയ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് തന്നെ ഇപ്പൊ എത്രയോ കാലമായി. നിരന്തരമായി ഹലോ കഴിഞ്ഞ ഹോളിക്ക് തൊട്ട് മുൻപാണ് സിസോദിയെ അറസ്റ്റ് ചെയ്തത്. അത് ഏതാണ്ട് 1 വർഷമാകാൻ പോകുന്നു. ഇപ്പൊ കൃത്യം ഈ വരുന്ന ആഴ്ചയാകുമ്പോൾ ഏതാണ്ട് 1 വർഷമാകാൻ പോകുന്നു. ആ സമയത്ത് ഇത്തരത്തിലൊരു അറസ്റ്റ് ചെയ്തത് പ്യൂർലി പൊളിറ്റിക്കലാണ്. ഞാൻ പറയുന്നത് നേരത്തെ ഇവിടെ നികേഷും നിങ്ങൾ വിലയിരുത്തിയ ഒരു കാര്യം വളരെ ശരിയാണ്. കാരണം അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുക. പൊതുസമൂഹത്തിന്റെ ദേശീയ തലത്തിൽ തന്നെ BJPക്കും BJP ഗവൺമെന്റിനെതിരായും ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സുപ്രീം കോടതിയുടെ കർക്കശമായ നടപടിയെ തുടർന്നുണ്ടായിട്ടുള്ള കനത്ത തിരിച്ചടി, ആ തിരിച്ചടി വലിയ തോതിലുള്ള റിയാക്ഷൻ പൊതുസമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അഴിമതിക്കെതിരായിട്ടുള്ള യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ഒരു സേവനവും നൽകാതെ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഈ ബോണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ പ്രതിരോധത്തിലേക്ക് പോവുകയാണ് BJP. അതിൽ നിന്ന് ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യാൻ സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി, അതും ആം ആദ്മി പാർട്ടിയെ പോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടക്കം വലിയ തോതിൽ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അറസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, താങ്കൾക്ക് ശരിയാവണ്ണം അറിയാവുന്നതുപോലെ തന്നെ 1989 രാജീവ് ഗാന്ധിയുടെ ബോഫോഴ്സ് അഴിമതി ഇടപാടിൽ വലിയ നിലയിൽ ദിനപത്രങ്ങളൊക്കെ തന്നെയും ആ വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട്, ഇപ്പോൾ കോൺഗ്രസ് ഒക്കെ അവകാശപ്പെടുന്നത് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി എന്നാണല്ലോ. ഈ കാര്യങ്ങളൊന്നും തന്നെയും ഇപ്പോൾ സജീവമായ മാധ്യമങ്ങളായിട്ടുള്ള ദിനപത്രങ്ങളോ ടെലിവിഷൻ ചാനലുകളോ കാര്യമായി കൈകാര്യം ചെയ്യുന്നില്ല. നോക്കൂ, അടുത്ത മണിക്കൂറുകളിൽ ഇത്തരത്തിലൊരു വിഷയം അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഇട്ടുകൊടുത്തതിലൂടെ ഇതിൻ്റെ മിനിറ്റോ അല്ലെങ്കിൽ സെക്കൻഡ് തോറുമുള്ള വിവരണങ്ങളാണ് ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെയും ഉണ്ടാകാൻ പോകുന്നത്. പ്രധാനമായും ഹിന്ദി മാധ്യമങ്ങളിൽ നിന്ന് കൂട്ടാം നമുക്ക്. ദക്ഷിണേന്ത്യയിലൊക്കെയുള്ള ചില മാധ്യമങ്ങൾ ചിലപ്പോൾ ഇലക്ട്രൽ ബോണ്ടൊക്കെ കൈകാര്യം ചെയ്യുമായിരിക്കും. ഡിജിറ്റൽ മീഡിയ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള പ്രചരണം നടത്താൻ യഥാർത്ഥത്തിൽ ദേശീയ മാധ്യമങ്ങൾക്ക് സാധിക്കണമെങ്കിൽ അവർക്കൊരു വിഷയം വേണം. ആ വിഷയമാണോ ഇപ്പോൾ ഇട്ടുകൊടുത്തിരിക്കുന്നത്? രാഷ്ട്രീയമായി അതിനെ അങ്ങനെ കാണേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ കാണുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. കാരണം അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുക. കാരണം ഗവൺമെന്റ് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് ഗവൺമെന്റിനെതിരായിട്ടുള്ള ഗുരുതരമായ ഒരു ആരോപണം. അതെങ്ങനെ സുപ്രീം കോടതിയുടെ വേർഡിക്റ്റിന്റെ അടിസ്ഥാനത്തിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യപ്പെട്ട ഒരു അലിഗേഷൻ അല്ല, ശരിക്കും ഒരു ഫൈൻഡിംഗ് ആണ്. ഇതൊരു അലിഗേഷൻ എന്ന് പറയാൻ കഴിയില്ല. കാരണം എത്ര കോടി രൂപയാണ് ബോണ്ട് ഇനത്തിൽ BJP കൈപ്പറ്റിയതെന്നും ആ കൈപ്പറ്റിയ കമ്പനികൾക്കൊക്കെ ചെയ്തു കൊടുത്ത സഹായത്തെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരം ലഭിക്കണമെന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറിലാണ് താങ്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായിരിക്കും എന്നറിയാം. അതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. വളരെ നന്ദി ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ.